നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് കിരൺ പറഞ്ഞു, സാറേ, ഞാൻ ഗംഗാപ്രസാദിനെ തല്ലിയിട്ടുണ്ട്. അതിന് വ്യക്തമായ കാരണമുണ്ട്. കാർത്തിയുടെ കല്യാണത്തിന് അന്ന് ഗംഗാപ്രസാദ് കാർത്തിയെ കൊല്ലാനായിട്ട് തോക്കുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ അവനെ മർദ്ദിച്ച് അവശനാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് അവൻ എന്ത് ചെയ്തു? എന്റെ കണ്ണിലേക്ക് കുറച്ച് മണ്ണ് വാരി എറിഞ്ഞു. എനിക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയെ. പിന്നീട് കണ്ണ് കാണാന്ന് വന്നു കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ കണ്ടില്ല. അതാ സംഭവിച്ചെന്ന് പറഞ്ഞു. അവൻ എങ്ങോട്ട് പോയി എന്തായെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വക്കീല് പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. പക്ഷെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വേലു എന്ന് പറയുന്ന അവൻ വന്നു. അവൻ വന്ന് അവന്റെ തലക്കടിച്ച് വീഴ്ത്തി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ രതീഷ് പറഞ്ഞു, ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. ഞങ്ങളെല്ലാം കല്യാണത്തിൽ പങ്കെടുക്കുമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ വക്കീല് പറഞ്ഞു, കല്യാണത്തിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ള CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ കല്യാണ മണ്ഡപത്തിലെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം കാണിക്കുവാണ്. ജഡ്ജിനെ കാണിക്കുവാണ്. ജഡ്ജി അതെല്ലാം നോക്കി കണ്ടില്ലേ, വ്യക്തമായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഇവര് മൂന്നുപേരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് ഒന്ന് കിരൺ വന്നിട്ട് പോയതുള്ളൂ. അത് മാത്രമല്ല, കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ ഫ്രണ്ടിൽ കിടക്കുന്ന വാഹനം എടുത്തോണ്ട് പുറകെ വശത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേലും കിരൺ രതീഷും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ രതീഷും വേലും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം, ഒരു കാര്യം ഉറപ്പാ, ആ ഗംഗാപ്രസാദ് എന്ന് പറയുന്നവനെ കൊന്നിട്ട് അവര് ബോഡി അവിടെ നിന്ന് മാറ്റുകയോ ചെയ്ത് ഒരുപക്ഷെ വല്ല പുഴയിലോ അല്ലെങ്കിൽ കത്തിച്ച് കളയുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാണുമായിരിക്കും ബോഡി. അതിനാണ് സാധ്യത കൂടുതലെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതിനു മുമ്പ് പലവട്ടം ഈ പറയണ ഗംഗാപ്രസാദിനെ ഉപദ്രവിച്ചിട്ടുണ്ട് കിരണ്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അത് ശരിയാ സാറേ, ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. കാരണം കാർത്തിക എൻ്റെ ഭാര്യയുടെ അനുജത്തിയാണ്. അപ്പൊ അവരെ ഇല്ലാതാക്കാനായിട്ട് കൊല്ലാനായിട്ട് പലവട്ടം അവൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പിടി വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അവനെ മർദ്ദിച്ച് അവശനാക്കിയിട്ട് ഞാൻ പോലീസിന് കൈമാറുക ചെയ്തതെന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ കൊല്ലാനായിട്ട് എനിക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വക്കീൽ ചോദിച്ചു, അല്ല അന്ന് പക്ഷേങ്കിൽ നിങ്ങളുടെ അമ്മയെ അവൻ കൊന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, കൊന്നിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടല്ലേ കൊന്നേ, അതിന്റെ പ്രതികാര ബുദ്ധിക്കല്ലേ നിങ്ങൾ ഇപ്പൊ അവനെ കൊലപ്പെടുത്തിയെന്ന് ചോദിച്ചു. കിരൺ പറഞ്ഞു, ഞാൻ ആരും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കള്ളത്തരം പറയാണ്. കാരണം ഈ പറയുന്ന വേലു പോലീസിനോട് സമ്മതിച്ചാണ് അവൻ തലക്കടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. നിങ്ങൾ അവനെ തല്ലി അവശനാക്കി വിട്ടു. പിന്നീട് വേലു അവനെ തലക്കടിച്ചു കൊന്നു. അതാണ് സത്യം. ഇതൊക്കെ നേരത്തെ പോലീസിനോട് സമ്മതിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം മാത്രമേ ബഹുമാനപ്പെട്ട കോടതിയോട് ബോധിപ്പിക്കാനുള്ളൂ. ഈ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. കിരൺ തന്റെ ഭാവം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഗംഗാപ്രസാദ് എത്ര വലിയ ക്രിമിനൽ ആണെന്നുള്ള കാര്യം അവർക്കൊക്കെ അറിയാവുന്നതുമായിരുന്നു. അങ്ങനെ ആ വക്കീലിന്റെ വാദം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അടുത്തത് കാർത്തിയെ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് നവീൻ വിളിപ്പിക്കുകയാണ്. അങ്ങനെ കാർത്തിയെ പ്രതിക്കൂട്ടി കയറിയെന്നു. പിന്നീട് കാർത്തിയോട് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്. കാർത്തികയോട് ചോദിച്ചു, അല്ല അച്ഛന്റെ പേരെന്താന്ന് ചോദിച്ചു. അച്ഛന്റെ പേര് പറഞ്ഞു. അത് നിങ്ങളുടെ സ്വന്തം അച്ഛനാണെന്ന് ചോദിച്ചു. അല്ല, എൻ്റെ രണ്ടാനച്ഛനാണ്. എൻ്റെ അമ്മയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അച്ഛന് ഒരു മോനും കൂടെ ഉണ്ടായിരുന്നു, 3 വയസ്സുള്ള മോന്. പക്ഷേ എങ്കിൽ അവനെ എന്നെ അമ്മ ഒരേപോലെ നോക്കിയത്. അവന്റെ പേരാണ് ഗംഗ എന്ന് പറഞ്ഞു. അവൻ വളർന്നു വരുന്തോറും അവന് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം അവന്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വന്നവരാണ് ഞങ്ങളെന്നൊരു ചിന്തയായിരുന്നു അവന്. അത് മാത്രമല്ല, അവന്റെ അച്ഛന്റെ സ്വത്തുക്കൾ മുഴുവൻ അവന് വേണമെന്നൊരു ചിന്താഗതിയായിരുന്നു. പോകെ പോകെ അവന് സമൂഹത്തിലെ ക്രിമിനൽസുമായിട്ടായിരുന്നു കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അച്ഛന് എതിർത്തു. പക്ഷെ അവൻ അത് സഹിച്ചില്ല. അതിന്റെ പേര് കുടുംബത്തിൽ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. 2-3 വട്ടം അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റും ആയിട്ടുണ്ട്. അങ്ങനെ കൊല്ലാൻ നോക്കിയതിന്റെ പേരില് അച്ഛനറിയായിരുന്നു ഗംഗയുടെ പേര് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശാശ്വതം ആകത്തില്ലെന്നുള്ള കാര്യം. അതുകൊണ്ട് അച്ഛൻ പാതി സ്വത്തും കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ എൻ്റെയും പേരിലേക്ക് എഴുതി വെച്ചു. അത് അവനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. ഒടുവില് അച്ഛനെ വീണ്ടും അവൻ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് അച്ഛൻ കൊണ്ട് പരാതി കൊടുത്തു. കോടതി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കോടതി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. കോടതിക്ക് തന്നെ മനസ്സിലായി അവന്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അത് മാത്രമല്ല, അച്ഛൻ കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ തനിക്ക് ഭീഷണിയാന്നുള്ള കാര്യങ്ങളൊക്കെ. അതൊക്കെ കോടതിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന. ചെന്നൈയിൽ ഈ കേസ് നടന്നുകൊണ്ടിരുന്നേന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ ഭയന്നിട്ടാണ് ഞങ്ങൾ അവിടെ നിങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങളെ പലവട്ടം കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളെ വെറുതെ വിടാനായിട്ട് അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കൊലക്കത്തിയായിട്ട് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവില് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കിരണിന്റെ അമ്മായിമ്മയായ ദീപാന്റിയെ അവൻ കൊല്ലുന്നേന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ
അവന് കുറച്ച് നാളൊക്കെ അകത്തായിരുന്നു. പക്ഷേങ്കിൽ അവൻ വീണ്ടും അവിടുന്ന് ജയിലിൽ ചാടി വന്നു. ജയിലിൽ ചാടി വന്നിട്ട് എൻ്റെ കല്യാണമായ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനെ അവൻ കൊന്നു. അതിനുശേഷം അവൻ പോയതാണ്. പിന്നെ എൻ്റെ കല്യാണം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അവൻ വന്നെന്ന് കിരൺ പറയുന്നു. പക്ഷെ ഞാൻ അവനെ അന്ന് കണ്ടിട്ടില്ല, എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. കാർത്തിയുള്ള തൻ്റെ നിരപരാധിത്വം കാര്യങ്ങളൊക്കെ കാർത്തിയെ വ്യക്തമാക്കുവാണ്. അങ്ങനെ കാർത്തിയുടെ വിസ്താരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നവീൻ വക്കീൽ പറഞ്ഞു, കേട്ടില്ലേ കാർത്തി പറഞ്ഞത്? ഈ പറയുന്ന കിരൺ അവനെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷേങ്കിൽ അവനെ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ അങ്ങനെ തന്നെയായിരുന്നു. കാർത്തിയുടെ കല്യാണത്തിന് സമയത്ത് കിരൺ അവനെ കൈകാര്യം ചെയ്ത പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നില്ല. തോക്കുമായിട്ട് വന്നിട്ട് അവന് കാർത്തിയെ കൊല്ലാൻ ശ്രമിച്ചേ. പക്ഷെ ആ സമയത്ത് കിരൺ അത് തടഞ്ഞു. അത് സ്വാഭാവികമായിട്ട് ആരാണെങ്കിലും തടയും ആ സമയത്ത്. അങ്ങനെ അത്രയും കിരണം ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കാന്ന് കരുതിയിരുന്ന. പക്ഷേ എങ്കിൽ അതിനുശേഷം അവനെ കണ്ടില്ല. അതാ കിരണിന്റെ കണ്ണില് മണ്ണ് വരിയിട്ട് അവൻ രക്ഷപ്പെടുകയോ ചെയ്ത്. കാർത്തി പറഞ്ഞു കേട്ടോ, ഈ തവണത്തെ ക്രിസ്മസിന് കഴിഞ്ഞുപോയ ക്രിസ്മസിന് കാർത്തിയുടെ വീട്ടിലേക്ക് ക്രിസ്മസ് പാപ്പയുടെ വേഷം ധരിച്ച് അവൻ വന്ന് കാർത്തിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കാർത്തിയെ ഷൂട്ട് ചെയ്താണ്. താഴെ 4:30ക്കാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. അത് മാത്രമല്ല, ഈ പറയുന്ന ഗംഗാപ്രസാദ് ജയിൽ ശിക്ഷ അനുഭവിച്ച് വരുന്ന സമയത്ത് അവിടുന്ന് ജയിൽ ചാടി പുറത്തെത്തുകയോ ചെയ്തത്. എന്നിട്ടാണ് കാർത്തിയെ ഷൂട്ട് ചെയ്യാൻ പോയതും ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എതിർഭാവം വക്കീൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അതെ, ഈ പറയുന്ന ഗംഗാപ്രസാദ് അവിടുന്ന് പുറത്തേക്ക് പോയിട്ടില്ല, രക്ഷപ്പെട്ടു പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഓപ്പോസിറ്റ് വീട്ടിലെ CCTV ദൃശ്യങ്ങളിലൊക്കെ അത് പതിയേണ്ടതല്ലേന്ന് ചോദിച്ചു. ഇയാൾ പറയുന്ന പച്ചക്കള്ളമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നവി പറഞ്ഞു, ഒരിക്കലും അല്ല സാറേ. കാരണം ഈ ഗംഗാപ്രസാദ് ഈ പോലീസുകാരുടെ എല്ലാം മൂക്കും തുമ്പത്തുണ്ടായിരുന്നു. എന്നിട്ടോ ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു CCTVയിൽ അവന്റെ മുഖം പതിഞ്ഞിട്ടില്ലോ. അപ്പൊ അതുകൊണ്ട് അവൻ അതിവിദഗ്ധനാണ്. ഒരു CCTVയിലും പെടാതെ അവന് നടക്കാനായിട്ടറിയാം. അവന് അങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് ഒരാളെയും കൂടെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. CI മാർട്ടിനെ വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. ഒടുവിൽ അതിനുള്ള അനുമതി ജഡ്ജി കൊടുക്കുകയാണ്. അങ്ങനെ ഒടുവിൽ CI മാർട്ടിനെ വിളിപ്പിച്ചു. അങ്ങനെ CI മാർട്ടിനെ ചോദ്യം ചെയ്യാനായിട്ട് നവീൻ എത്തി. നവീൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. പെട്ടെന്ന് നവീന്റെ മനസ്സിലേക്ക് വന്ന അയാൾ നടത്തിയ വെല്ലുവിളിയാണ്. അതെ, ഇപ്പൊ അവർക്ക് ജാമ്യമൊന്നും കൊടുക്കാൻ പറ്റില്ല, കോടതിയിൽ വെച്ച് കാണാം. നീ കോടതിയിൽ വന്ന് വാദിച്ച് അവരെ ഇറക്കിക്കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞ് അവന് ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നിരുന്ന് നവീൻ ഒന്ന് നോക്കി. പിന്നീട് ചോദിച്ചു, CI മാർട്ടിനല്ലേ എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, ഏത് സ്റ്റേഷനിലൊക്കെ ഇരുന്നിട്ടുണ്ട്, അവിടെയൊക്കെ സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അല്ല, എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ അത് സാധിക്കാത്തെന്ന് ചോദിച്ചു. ഒരു നിമിഷം CI നോക്കി. അല്ല, ഇവിടെ വന്നിട്ട് എത്ര നാളായി? 3 മാസത്തോളമായി. ഓ, 3 മാസത്തോളമായി. എന്നിട്ട് ആ ഗംഗാപ്രസാദ് കുറച്ച് പരിക്കുകളുമായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് രക്ഷപ്പെട്ടു പോയ കാര്യങ്ങൾ അറിയാലോ. എന്നിട്ട് എന്താ അയാളെ പിടികൂടാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അതെന്റെ സ്റ്റേഷൻ പരിധിയിലായിരുന്നില്ലെന്ന് പറഞ്ഞു. സ്റ്റേഷൻ പരിധിയിൽ ആയിരുന്നില്ലെന്നോ? അതെങ്ങനെ ശരിയാ സാറേ? അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഈ കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്ക് ഗംഗാപ്രസാദ് വന്നിട്ടുണ്ടായിരുന്നു സാറ് തന്നെയാ പറഞ്ഞത്. കിരണും വേലും ഒക്കെ ചേർന്ന് അയാളെ കൊന്നെന്ന് സാറ് തന്നെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ആ സമയത്ത് സാറിന്റെ മൂക്കിൻ തുമ്പത്തൂടെ അല്ലേ അയാൾ ആ ഓഡിറ്റോറിയത്തിലേക്ക് വന്ന്. എന്നിട്ട് എന്തുകൊണ്ട് സാർ അറിഞ്ഞില്ല എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം CIക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതെല്ലാം ജഡ്ജി രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നീട് പറഞ്ഞു, അല്ല, ഈ ഗംഗാപ്രസാദിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു. അന്വേഷിച്ചായിരുന്നു. അയാൾ എത്ര കൊലപാതകം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഒരു 3-4 കൊലപാതകമോ? ബാക്കിയോ ചെന്നൈയും അതുപോലെ തന്നെ കേരളത്തെ വിറപ്പിച്ച ഒരു കൊടും ക്രിമിനലാണ് ഗംഗാപ്രസാദ്. അയാൾ 10-15ഓളം കൊലകൾ ചെയ്തിട്ടുണ്ട്. തേഞ്ഞു മാഞ്ഞു പോയതും അല്ലാത്തതുമായ കുറെ കൊലകൾ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അയാൾ ഇവിടേക്ക് വന്നത് പോലും കാർത്തിയെ അമ്മേനെ കൊല്ലാനായിട്ടായിരുന്നു. അതിനയാൾ പലവട്ടം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഓരോരുത്തരും മരണപ്പെട്ടത്. അന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു. കാർത്തിയെയും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തേനും. പക്ഷെ ആ കൃത്യസമയത്ത് തന്നെ കിരൺ ഇടപെട്ടതുകൊണ്ടാണ് ആ കൊലപാതകം ഇല്ലാതായെന്ന് പറഞ്ഞു. ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കാർത്തികയുടെ അമ്മ എന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു. അതൊക്കെ കോടതിയെ ബോധിപ്പിക്കുകയാണ്. പിന്നീട് CIയോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേലു കൊല ചെയ്തതെന്ന് പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും CI പറഞ്ഞു, അയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ നിങ്ങൾ കുറ്റം സമ്മതിപ്പിക്കുമല്ലോ. കാരണം ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതറ്റം വരെ പോകാൻ നിങ്ങൾ തയ്യാറാവും. ഒടുവിൽ അത് തെളിയിക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രതികളെ ഉണ്ടാക്കി അയാളുടെ തലയിലേക്ക് ഈ കുറ്റം കെട്ടിവെച്ച് അത് തെളിയിക്കും. അതല്ലേ നിങ്ങളുടെ രീതിയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം CI പറഞ്ഞു, വെറുതെ പറയരുത്, ഞാൻ അങ്ങനെയും ചെയ്യാറില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വേലുവിനെ പ്രതിയാക്കിയെന്ന് ചോദിച്ചു. അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട്.
അയാളെ നിങ്ങൾ അടിച്ച് സമ്മതിപ്പിച്ചല്ലേന്ന് ചോദിച്ചു. ഞാനും ഒരിക്കലും അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലല്ലോ വേലു പറഞ്ഞേ. പിന്നീട് വേലുവിന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചു. തല്ലിയായിരുന്നു പറഞ്ഞു. അതിനുശേഷം നവീൻ വന്നിട്ട് പറഞ്ഞു, പുറമെ മുറിവുകളും കാര്യങ്ങളും പാടുകളും ഒന്നുമില്ല. കാരണം കോടതി കൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ കോടതിക്ക് സംശയം തോന്നുമല്ലോ. ഇന്റേണൽ ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ വേലുവിനുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം സിയെ ഇങ്ങനെയൊന്ന് നോക്കുകയാണ്. പിന്നീട് ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന വേലു അടിച്ചു കൊന്നെന്നാണോ പറയണേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ബോഡി എവിടെ? ബോഡി എന്തേ ഓടിപ്പോയോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് മറ്റേ എതിർഭാവം വക്കീൽ വന്നിട്ട് പറഞ്ഞു, ബോഡി കിരണൊക്കെ മാറ്റിയതാന്ന് പറഞ്ഞു. ആ സമയത്ത് വക്കീലിനോട് നവീൻ വക്കീൽ പറഞ്ഞു, ഒരു കാര്യം, അങ്ങനെ ബോഡി എടുത്തോണ്ട് പോയിട്ടാണെങ്കിൽ അതിന്റെ CCTV ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതും ഇല്ലല്ലോ. പിന്നെ വക്കീൽ ഇതെന്താ പറയണേന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നവീൻ പറഞ്ഞു, ഈ പറയുന്ന വേലു അയാളെ കൊല്ലുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ എങ്കിൽ ആ ബോഡി എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേന്ന് ചോദിച്ചു. അത് ഞാൻ അവരോട് ചോദിച്ചതാ, ഇതിനെക്കുറിച്ച് ചോദിച്ചതാ, പക്ഷേ എങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വിവരമൊന്നും തന്നില്ല. ഇനിയിപ്പോൾ അത് ചോദിച്ചതിന് ഉത്തരം കിട്ടിയിട്ട് മതി ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണല്ലേ? പക്ഷെ അതിന് ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടാ? അവരെ തെറ്റ് ചെയ്യാത്തോണ്ടല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ CI ഒന്നും മിണ്ടിയില്ല. പിന്നീട് നവീൻ പറഞ്ഞു, അതെന്തേലും ആയിക്കോട്ടെ. അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഗംഗാപ്രസാദ് മരിച്ചത് ഇരുപതണ്ടുള്ള കൊണ്ടുള്ള അടിയേറ്റിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഗംഗാപ്രസാദിനെ അടിച്ചത് എന്തായുധം കൊണ്ടാണ്? നിങ്ങൾ ആ ആയുധം കണ്ടെത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ CI പറഞ്ഞു, ഗോഡൌണിലിരുന്ന 20 ഉപയോഗിച്ചാണ് ഗംഗാപ്രസാദിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളും അത് സമ്മതിക്കുന്നുണ്ടല്ലോ? ഉണ്ടെന്ന് CI പറഞ്ഞു. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കാതെ പോയൊരു സത്യമുണ്ട്. ഈ പറയുന്ന 20 ഈ വേലുവിന്റെ കൈവല്ല അടയാളങ്ങളല്ല പതിഞ്ഞിരിക്കുന്നത്. ഫോറൻസിക് ലാബ് അത് പരിശോധിച്ച് കൃത്യത വരുത്തിയിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേലു ഉൾപ്പെടെ അവിടെ എല്ലാവരും ഞെട്ടുവാണ്. CI ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വേലു ആണെങ്കിൽ ഗംഗാപ്രസാദ് തലക്കടിച്ചു കൊന്നെങ്കിൽ വേലുവിന്റെ വിരലടയാളങ്ങൾ അതിനകത്ത് പതിയേണ്ടതല്ലേ? അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.